മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന പടയപ്പയെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടങ്ങി. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കുകയാണ്. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലാണ് നിലവിൽ പടയപ്പയുള്ളത്. രാഹുൽ ജെയിൻ ചേരുന്ന വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ ആന നിരന്തരമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ദൗത്യം ഏത് നിലയിൽ പുരോഗമിക്കുന്നു? ഗോകുലി, ആന ഇപ്പോഴും പടയപ്പ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. അത് മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലാണ്. ആളുകൾക്ക് അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ആന നിൽക്കുന്ന ഒരു ചോല വനത്തിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അത് കാണുകയും ചെയ്യാം. ആനയെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനങ്ങൾ വനംവകുപ്പ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാത്രമല്ല പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹൈറേഞ്ച് സർക്കിൾ CCF നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആന നിലവിൽ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ഈ വെയിലാറിയതിനു ശേഷം വീണ്ടും ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്കുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള പരിശോധന എന്ന് പറയുമ്പോൾ ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ ഒരു ട്രയൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പടയപ്പയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി സദാസമയവും ഒരു ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒരു പരീക്ഷണ പറപ്പിക്കലാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ആനയെ ഉൾവനത്തിലേക്ക് തുരത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അപ്രായോഗികമായിട്ടുള്ള കാര്യമാണെന്നുള്ളതും വനംവകുപ്പ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ മൂന്നാർ മേഖലയിൽ ഉൾവനങ്ങളില്ല, ചെറിയ ചോലവനങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആനയെ കൂടുതൽ നിരീക്ഷിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതിനെ ഏതെങ്കിലും ഭാഗത്ത് നിലനിർത്തുക എന്നുള്ളത് മാത്രമേ സാധിക്കൂ എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിനെ മാങ്കുളം മേഖലയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടായേക്കാം. അത് അത്ര വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് പടയപ്പയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ അത് അത്തരം ഒരു നീക്കത്തിലേക്ക് പോവുകയുള്ളൂ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പടയപ്പ മദപ്പാടിലായിരുന്നു. പക്ഷേ ഇപ്പോൾ മദപ്പാടിൽ നിന്ന് ആന മാറിയിട്ടുണ്ട് എന്നുള്ളതും വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സമീപ ദിവസങ്ങളിൽ മാട്ടുപ്പെട്ടി മേഖലയിലൊക്കെ കട ഉൾപ്പെടെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ആശങ്ക സ്വാഭാവികമായിട്ടും ഈ നാട്ടുകാർക്കുണ്ട്. വനംവകുപ്പ് എന്തായാലും കൃത്യമായ നിരീക്ഷണം കഴിഞ്ഞ ദിവസത്തെ ശരി രാഹുൽ, ഏതായാലും മൂന്നാറിലെ പടയപ്പ ഇപ്പോൾ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ആനയെ ഉൾക്കാട്ടിലേക്ക് വിടാൻ പക്ഷേ അത്തരത്തിലുള്ളൊരു നിബിഡ വനം ആ മേഖലയില്ല, ചോലവനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ജനവാസ മേഖലയിലേക്ക് എത്താതെ ഇരിക്കാനുള്ള ജാഗ്രതയും നിരീക്ഷണവും തുടരുകയാണ് വനംവകുപ്പ്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.